കുഞ്ചമൺ മഠത്തിലെ മൂത്ത പോറ്റിയും കടമറ്റത്ത് കത്തനാരും വലിയ സ്നേഹത്തിലായിരുന്നു. പോറ്റി വലിയൊരു മന്ത്രവാദിയും ചാത്തന്മാരെ സേവിച്ചു വശം വതരാക്കിയിട്ടുള്ളയാളുമായിരുന്നു. പോറ്റി പലപ്പോഴും കത്തനാരെ മഠത്തിലേക്ക് ക്ഷണിക്കുക പതിവായിരുന്നു. അതിനാൽ കടമറ്റത്ത് കത്തനാർ ഒരു ദിവസം കുഞ്ചമൺ മഠത്തിലേക്ക് പോകാനൊരുങ്ങി. രണ്ടുപേർക്കും ഉള്ളാലൽപ്പം അഹങ്കാരമുണ്ടായിരുന്നു. താൻ ചാത്തന്മാരെ വശീകരിച്ചു ഭൃത്യന്മാരാക്കിയിട്ടുണ്ടെന്നും കത്തനാർക്കതിന് സാധിച്ചില്ലല്ലോ എന്ന് പോറ്റിയും ഇന്ദ്രജാലം, മഹേന്ദ്രജാലം എന്നീ വിദ്യകളിൽ തന്നോളം നൈപുണ്യം പോറ്റിക്കില്ലല്ലോ എന്നു കത്തനാരും സ്വയം അഹങ്കരിച്ചിരുന്നു. കുഞ്ചമൺ പോറ്റി വള്ളത്തിൽ കയറി. എവിടെ പോയാലും അദൃശ്യരായ ചാത്തന്മാരാണ് തുഴയാറുള്ളത്. അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ച കത്തനാർ ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരാരുമില്ലാതെ പോറ്റിയുടെ കടവിൽ ചെന്നെടുത്തു. കത്തനാരെ ഒന്ന് കളിയാക്കാനായി കുഞ്ചമൺ പോറ്റി തൻ്റെ കസേര ഒഴികെ മറ്റ് കസേരകൾ ജോലിക്കാരെ കൊണ്ട് അവിടെ നിന്ന് മാറ്റിച്ചു. ഇതെന്താണോ വള്ളക്കാരാരുമില്ലാതെ പുറപ്പെട്ടത്? പോറ്റി ചോദിച്ചു. തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇവിടേക്കുള്ള യാത്ര നിശ്ചയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തോണിയിൽ കയറി എന്നെ ഇവിടെ കൊണ്ടിറക്കണമെന്നു തോണിയോട് തന്നെ പറഞ്ഞു. തോണി അന്യസഹായം കൂടാതെ ഇവിടെ വന്നടുക്കുകയും ചെയ്തു. കത്തനാർ പറഞ്ഞു. കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണോ തോണി തനിയെ വന്നടുത്തതെന്നും ഇതുതന്നെ ആക്ഷേപിക്കാനായി കത്തനാർ ചെയ്തതാണെന്നും പോറ്റിക്ക് തോന്നി. എങ്കിലും പിന്നെ അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. രണ്ടുപേരും മഠത്തിലെത്തി. വരാന്തയിൽ പ്രവേശിച്ച കുഞ്ചമൺ പോറ്റി തൻ്റെ കസേരയിൽ സ്ഥാനമുറപ്പിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ കത്തനാരെ നോക്കി ചിരിച്ചു. ചുറ്റും നോക്കിയ കത്തനാർക്ക് കാര്യം പിടികിട്ടി. ഉടനെ തന്നെ കത്തനാർ ഒരു വിദ്യ പ്രയോഗിച്ചു. ഉടൻ തന്നെ പോറ്റിയുടെ കസേരയേക്കാൾ മുന്തിയ ഒരു കസേര അവിടേക്ക് താനേ വന്നു. കത്തനാർ ആ കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് പോറ്റിയെ ഒന്ന് നോക്കി. കത്തനാർ ബഹുകേമൻ തന്നെയെന്ന് പോറ്റി മനസ്സിൽ പറഞ്ഞു. പിന്നെ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. കത്തനാർക്ക് കുടിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം പോറ്റി ഏർപ്പാട് ചെയ്തു. ഭക്ഷണം കഴിഞ്ഞിട്ട് രണ്ടുപേരും സ്വൈരസല്ലാപം നടത്തിക്കൊണ്ടിരുന്നു. നേരം വൈകിയപ്പോൾ കത്തനാർ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ പോകേണ്ടിയിരിക്കുന്നു. അതിന് അനുവാദം തരണം. ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാരിവിടെ വന്നത്. 4-5 ദിവസമെങ്കിലും താമസിക്കാതെ പോകുന്നത് സങ്കടമാണ്. നിവൃത്തിയുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും ഇവിടെ തനിയാൽ കൊള്ളാം. എല്ലാം ഇഷ്ടം പോലെ പോറ്റി പറഞ്ഞു. ഇന്ന് പോകാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ വാക്കു പറഞ്ഞിട്ടുണ്ട്. താമസിയാതെ ഇനിയും ഇവിടെ വരാം. ഇത്രയും പറഞ്ഞിട്ട് കത്തനാർ യാത്രയായി. കടവ് വരെ അനുയാത്രയായി പോറ്റിയും വന്നു. കത്തനാർ നോക്കിയപ്പോൾ തൻ്റെ വള്ളം കടവിൽ കാണുവാനില്ല. ഓ, നമ്മുടെ തോണി ഇവിടെ കാണുന്നില്ലല്ലോ. കത്തനാർ നാലുപാടും നോക്കി. എന്നിട്ട് മേലോട്ട് നോക്കിയപ്പോൾ കടവിനടുത്ത് നിൽക്കുന്ന വലിയൊരു മാവിൻ്റെ മണ്ടയിൽ തൻ്റെ വള്ളമടിക്കുന്നത് കണ്ടു. പോറ്റി തന്നെ അപമാനിക്കാനായി ചാത്തന്മാരെ കൊണ്ട് ചെയ്യിച്ചതാണിതെന്നു കത്തനാർക്ക് മനസ്സിലായി. എൻ്റെ തോണി ഇതാ ഈ മാവിൻ്റെ മുകളിലിരിക്കുന്നു. ഇവിടുത്തെ കടവിലാണോ ഞാൻ തോണിയിട്ടിരിക്കുന്നത്. അതിനാൽ അത് താഴെ ഇറക്കിച്ചു തരാനുള്ള ചുമതല ഇവിടേക്കാണ്. കത്തനാർ പോറ്റിയോട് ആവശ്യപ്പെട്ടു. മാവിൻ്റെ മുകളിലിരിക്കുന്ന വള്ളം ഞാൻ വിചാരിച്ചാൽ താഴെ ഇറക്കാൻ സാധിക്കുകയില്ല. അതു കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിച്ചുകൊണ്ട് പോയിക്കൊള്ളണം.
പോറ്റി കൈയൊഴിഞ്ഞു. ഉപായമൊന്നും പറയണ്ട, സംഗതിയൊക്കെ എനിക്കറിയാം. തോണി ആരാണെടുത്ത് മരത്തിൻ്റെ മേലെ വെച്ചത്? അവർ തന്നെ തോണി താഴെ ഇറക്കിത്തരുമെന്ന് പറഞ്ഞ് കത്തനാർ കണ്ണടച്ച് എന്തൊക്കെയോ ഉരുവിട്ടു. അടുത്ത നിമിഷം തോണി പതിയെ താഴേക്ക് വന്ന് ആറിൻ്റെ കടവത്ത് നിന്നു. ഈ കാഴ്ച കണ്ട് കുഞ്ചമൺ പോറ്റി ഇളിഭ്യനായി. തൻ്റെ ഉപാസനമൂർത്തികളെ വരെ തൻ്റെ വരുതിയിലാക്കാൻ കത്തനാർക്ക് സാധിച്ചു. അദ്ദേഹം തന്നെക്കാൾ മഹാമാന്ത്രികൻ തന്നെ. പോറ്റിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ തന്നെ പോറ്റിയും കത്തനാരും തമ്മിൽ മേലിൽ മത്സരിക്കുകയില്ലെന്നു കൈപിടിച്ചു സത്യം ചെയ്തു. സസന്തോഷം അവർ പിരിഞ്ഞു. ഒരിക്കൽ യെരുശലേമിൽ നിന്ന് ഒരു ബാവ മലയാള രാജ്യം സന്ദർശിക്കാനെത്തി. പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച ശേഷം കടമറ്റത്ത് പള്ളിയിലെത്തി. അപ്പോൾ കത്തനാർ മലയാളത്തിൽ കിട്ടാത്തതും യൂറോപ്യൻ രാജ്യങ്ങളിൽ സുലഭമായിട്ടുള്ളതുമായ ചില കാഴ്ചവസ്തുക്കൾ ബാവയ്ക്ക് സമ്മാനിച്ചു. ബാവ വിസ്മയിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഈ കൂട്ടത്തിൽ ഒരു പച്ചമുന്തിരി കുല കൂടിയാകാമായിരുന്നു. അത് ഈ ദിക്കിൽ സുലഭമായിരിക്കുമല്ലോ, ബാവ പറഞ്ഞു. ഇവിടെ സുലഭമല്ലാതെ ഒന്നുമില്ല. ഒരു മുന്തിരിപ്പഴം മുറ്റത്ത് കുഴിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് എത്ര പച്ച മുന്തിരിങ്ങാക്കുല വേണമെങ്കിലും ഉണ്ടാകും. എന്നാലതൊന്ന് കണ്ടാക്കൊള്ളാം, ബാവ പറഞ്ഞു. കത്തനാർ ഉടനെ ഒരു മുന്തിരിപ്പഴം മുറ്റത്ത് കുഴിച്ചിട്ടു. നിമിഷ നേരം കൊണ്ട് അത് മുളച്ച് പടർന്നു കയറി ധാരാളം മുന്തിരിങ്ങാക്കുലകളുണ്ടായി. ഒരു പച്ച മുന്തിരിങ്ങാക്കുല ബാവ പറിച്ചെടുത്തു, പരീക്ഷിച്ചു. സ്വാദിലും കാഴ്ചയിലും അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ബാവ അത്ഭുതപ്പെട്ടുപോയി. ബാവ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കത്തനാർ വലിയ മാന്ത്രികനും ഇന്ദ്രജാലക്കാരനുമാണെന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് കത്തനാർ ഈ അത്ഭുതങ്ങൾ കാണിച്ചതെന്നും കത്തനാരുടെ വാസസ്ഥലത്ത് അനേകം മന്ത്രവാദം ഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ടെന്നും അയാൾ ബാവയെ ധരിപ്പിച്ചു. ബാവ ഉടനെ കത്തനാരുടെ വാസസ്ഥലത്തു ചെന്ന് അവിടെയുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം എടുത്തു തീയിലിട്ട് ചുടാൻ കൽപ്പിച്ചു. കൂടെയുള്ളവർ അങ്ങനെ ചെയ്തു. ഉടനെ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷികളെപ്പോലെ പറന്ന് ആകാശത്തിലേക്ക് ഉയർന്നു നിന്നു. ബാവയും കൂട്ടരും എത്ര ശ്രമിച്ചിട്ടും അവയിൽ ഒന്നുപോലും തീയിലിടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബാവ കത്തനാരെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ, ഈ വക വിദ്യകളൊന്നും ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല. അതിനാൽ ഇനി മേലാൽ നീ മന്ത്രവാദമൊന്നും ചെയ്യരുത്. ഞാൻ ദൈവത്തെ മറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായും യാതൊന്നും ചെയ്യാറില്ല, മേലാൽ ചെയ്യുകയുമില്ല. അതിനാൽ പഠിച്ച വിദ്യ ജനങ്ങൾക്ക് ഉപകാരപ്രദമാം വിധം പ്രയോഗിക്കാൻ കൽപ്പിച്ചനുവദിക്കണം, കത്തനാർ പറഞ്ഞു. അല്പനേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കത്തനാരുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുവാൻ ബാവ അനുമതി നൽകി. കടമറ്റത്ത് കത്തനാരുടെ വീരകഥകൾ ഇനിയും ധാരാളമുണ്ട്. മലാരിയ മൂപ്പനിൽ നിന്നും പിന്നെ കത്തനാരുടെ തന്നെ സ്വയസിദ്ധികൾ കൊണ്ടും സ്വായത്തമാക്കിയതാണ് കത്തനാരുടെ മാന്ത്രിക, താന്ത്രിക, മായാജാല വിദ്യകൾ.